സംഘടിപ്പിച്ചു വരുന്ന ആളുകളുള്ള മലയാളികളുള്ള എല്ലാ സ്ഥലങ്ങളിലും ഇതുപോലെ വിദേശ രാജ്യങ്ങളിൽ ഇസ്ലാഹി പ്രവർത്തനങ്ങൾ, ഇസ്ലാമിക പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന സ്ഥലങ്ങളിലും വളരെ സജീവമായി നടന്നു വരികയാണ്. അതിൻ്റെ അവസാന ഘട്ടത്തിലാണ് നമ്മളിപ്പോൾ. ഖൈറു ഉമ്മ എന്ന് ഖുർആൻ വിശേഷിപ്പിച്ച സമൂഹം, ആ സമൂഹം നിങ്ങളാണ് എന്ന് ഖുർആൻ നമ്മോട് പറയുന്നുണ്ട്. കുൻതും ഖൈറ ഉമ്മത്തിൻ ഉഖ്രിജത് ലിന്നാസ് തഅ്മുറൂന ബിൽ മഅറൂഫി വതൻഹൗന അനിൽ മുൻകർ വതുഅ്മിനൂന ബില്ലാഹ്. ഈ കാര്യങ്ങൾ എന്തെല്ലാം ഗുണവിശേഷണങ്ങളാണ് വേണ്ടത് എന്ന് വളരെ ചുരുക്കി ചെറുതാക്കി ഖുർആൻ പറഞ്ഞു. നിങ്ങൾ ഖൈറു ഉമ്മത്താണ്, ഉത്തമ സമൂഹമാണ്, ശ്രേഷ്ഠ സമൂഹമാണ്. നിങ്ങൾ തഅ്മുറൂന ബിൽ മഅറൂഫ് വതൻഹൗന അനിൽ മുൻകർ, നല്ല നല്ല കാര്യങ്ങൾ നിങ്ങൾ കൽപ്പിക്കുകയും മോശമായ കാര്യങ്ങളെ വിരോധിക്കുകയും ചെയ്യുന്നു. വതുഅ്മിനൂന ബില്ലാഹ്, അല്ലാഹുവിൽ വിശ്വസിക്കുകയും ചെയ്യുന്നു. ഈ ഗുണങ്ങളാണ്, ഈ സ്വഭാവങ്ങളാണ് നിങ്ങൾ ഉത്തമ സമൂഹമായിത്തീരാൻ വേണ്ടത് എന്ന് ചുരുക്കം. സൂറത്ത് ആലു ഇമ്രാനിലെ 110 ആയത്താണത്. അതിൻ്റെ 6 ആയത്തുകൾക്കപ്പുറം നിങ്ങളിൽ നിന്ന് ഒരു സമൂഹമുണ്ടാകണം എന്ന് 104 ആയത്തിൽ പറയുന്നുണ്ട്. വൽതകും മിൻകും ഉമ്മത്തുൻ യദ്ഊന ഇലൽ ഖൈരി വയഅ്മുറൂന ബിൽ മഅറൂഫി വയൻഹൗന അനിൽ മുൻകർ ഉലൈക ഹുമുൽ മുഫ്ലിഹൂൻ. അതിൽ പറയുന്നത് നിങ്ങളിൽ നിന്ന് ഒരു ഉമ്മത്തുണ്ടാകണം, ഒരു സമൂഹമുണ്ടാകണം. ആ സമൂഹം ചെയ്യേണ്ട പണി അവർ നല്ല കാര്യങ്ങൾ കൽപ്പിക്കുകയും ചീത്ത കാര്യങ്ങൾ നിരോധിക്കുകയും നല്ല കാര്യങ്ങളിലേക്ക് ക്ഷണിക്കുകയും ഒക്കെ ചെയ്യുന്നവരാണ് എന്നതാണ്. അതാണ് അവരുടെ ഗുണം. ആ ആളുകളാകുന്നു വിജയികൾ എന്ന്. ഇന്ന് ലോകം ഏറ്റവും കൂടുതൽ വിഷമിക്കുന്നതും ചിന്തിക്കുന്നതും വേദനിക്കുന്നതുമായ ഒരു കാര്യം മനുഷ്യ സമൂഹത്തിൻ്റെ സ്വഭാവ ദൂഷ്യങ്ങളാണ്. സ്വഭാവം ഒരു വലിയ വിഷയമാണ്. സ്വഭാവം എങ്ങനെയാവണമെന്ന് തീരുമാനിക്കപ്പെടേണ്ടതാണ്. ഈ ലോകം ഇങ്ങനെയാണ് പോകുന്നതെങ്കിൽ മനുഷ്യ സമൂഹത്തിൻ്റെ ജീവിതം 50 കൊല്ലത്തിനപ്പുറം ഉണ്ടാവില്ല എന്ന് ഈ അടുത്ത് ചരിത്രവും സാഹിത്യവുമൊക്കെ പഠിച്ച ഒരാൾ പറയുകയുണ്ടായി. എന്നു പറഞ്ഞാൽ നമ്മുടെ സമൂഹത്തിൽ നേരത്തെ ഏതെങ്കിലും വിധത്തിലുള്ള ചില നിയമങ്ങൾ പാലിച്ചു വന്നിട്ടുണ്ടായിരുന്നു. ചിലപ്പോൾ കുടുംബങ്ങളുടെ പേരിൽ, ഗോത്രങ്ങളുടെ പേരിൽ, നാടിൻ്റെ പേരിൽ, മതത്തിൻ്റെ പേരിൽ ഒക്കെയായി ചില ചിട്ടവട്ടങ്ങൾ, ചില അച്ചടക്ക മര്യാദകൾ, പാലിച്ചു വരേണ്ട ചില മൂല്യങ്ങൾ, അത് മുഴുവനായും നിഷേധിക്കുകയും ഓരോരുത്തരും സ്വതന്ത്രരാകുന്നു എന്ന ഒരു വിചാരം പ്രചരിപ്പിക്കുകയും ഞാൻ എങ്ങനെ ജീവിക്കണമെന്ന് എന്നോടാരും പറയേണ്ട, അതെൻ്റെ സ്വാതന്ത്ര്യമാണ് എന്ന് നമ്മിൽ ഓരോരുത്തരും, പുരുഷന്മാരും സ്ത്രീകളും മുതിർന്നവരും കുട്ടികളും ഒക്കെ പറയുന്ന ഒരവസ്ഥയിലാണ് ഇപ്പോൾ എത്തിയിട്ടുള്ളത്. അങ്ങനെ വരുമ്പോൾ ചെയ്യാൻ പാടുള്ളതും പാടില്ലാത്തതും എന്ന നിയമം ഇല്ലാതെയാവുന്നു. നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ ഹലാലും ഹറാമും എന്ന വ്യത്യാസം ഇല്ലാതെയാവുന്നു. മനുഷ്യർക്ക് നന്മയും തിന്മയും എന്ന വിചാരങ്ങൾ ഇല്ലാതെയാവുന്നു. അപ്പോൾ പിന്നെ ലോകത്തിൻ്റെ നാശം തന്നെയാണ് ഉണ്ടാവുക. ഖൈറു ഉമ്മ എന്ന ഒരു ആശയം നമ്മൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ പ്രചരിപ്പിക്കുന്നത് എന്ന് ചോദിച്ചാൽ അത് മുസ്ലിം സമൂഹത്തിൻ്റെ മാത്രം നിലനിൽപ്പിൻ്റെ ആവശ്യമല്ല. മനുഷ്യ സമൂഹം നിലനിൽക്കണമെങ്കിൽ എന്താണ് മനുഷ്യ സമൂഹം പാലിക്കേണ്ട നിയമങ്ങളെന്ന് പറഞ്ഞു കൊടുത്തേ മതിയാകൂ.
മൂല്യങ്ങൾ, ഉത്കൃഷ്ട മൂല്യങ്ങൾ. മൂല്യങ്ങൾ എന്ന് പറയുന്നത് മനുഷ്യ സമൂഹത്തിൻ്റെ പൊതുസ്വത്താണ്. എല്ലാ മനുഷ്യരും ഇപ്പം സത്യം പറയണം, പാവങ്ങളെ സഹായിക്കണം, ആളുകളെ ഉപദ്രവിക്കാതിരിക്കണം. അങ്ങനെ നന്മകളെക്കുറിച്ചും തിന്മകളെക്കുറിച്ചുമുള്ള ആ ഒരു മൂല്യബോധം, ആ മൂല്യബോധം മനുഷ്യൻ്റെ പൊതുസ്വത്താണ്. അതുകൊണ്ട് തന്നെ മൂല്യങ്ങളുടെ പ്രചാരണത്തിന് വേണ്ടിയിട്ട് മനുഷ്യർ ഒന്നിച്ച് നിൽക്കേണ്ടതുമാണ്. മൂല്യങ്ങളെക്കുറിച്ച് പറയുമ്പോൾ ഒരു വലിയ വിഷയമാണ് ചൂഷണമുക്തമായ സമൂഹമുണ്ടാകണം എന്നത്. ചൂഷണത്തിനെതിരാണ് ഖുർആൻ, ചൂഷണത്തിനെതിരാണ് ഇസ്ലാം, ചൂഷണത്തിനെതിരാണ് എല്ലാ മതങ്ങളും മതഗ്രന്ഥങ്ങളും. പക്ഷേ ഇന്ന് നോക്കൂ, ഏറ്റവും കൂടുതൽ ചൂഷണം നടക്കുന്നത് മതത്തിൻ്റെ പേരിൽ. മതത്തിൻ്റെ പേരിൽ നടക്കുന്ന ചൂഷണം ദൈവത്തിൻ്റെ പേരിലാണ്. ആ ചൂഷണത്തിൽ നിന്ന് ആളുകളെ മോചിപ്പിക്കുക എന്നത് മതമൂല്യങ്ങൾ നൽകിക്കൊണ്ട് മാത്രമേ നമുക്ക് സാധിക്കുകയുള്ളൂ. ഇപ്പോൾ പറഞ്ഞ് എവിടെ എത്തി? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ പഠിപ്പിച്ച ഒരാശയമാണ് ഖുലൂ ലാ ഇലാഹ ഇല്ലല്ലാഹ് തുഫ്ലിഹു. നിങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുക, എന്നാൽ നിങ്ങൾ വിജയിക്കും. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുക, അങ്ങനെ പറഞ്ഞാൽ മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം വിജയം ഉറപ്പാണ്. പക്ഷെ ആ പറയൽ അറിഞ്ഞുകൊണ്ട് മനസ്സിലാക്കിക്കൊണ്ട് ഉൾക്കൊണ്ടുകൊണ്ട് ആയിരിക്കണം എന്ന് മാത്രം. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമ, നമ്മൾ തൗഹീദ് എന്ന് പറയുന്നത്, അത് മനുഷ്യ സമൂഹത്തിൻ്റെ വിമോചനത്തിനുള്ള ഒരു അടിസ്ഥാന ആദർശമാണ്. വിമോചന പ്രത്യയശാസ്ത്രങ്ങൾ ലോകത്ത് പലതും വന്നിട്ടുണ്ട്. ആ വിമോചനം മിക്കവാറും മനുഷ്യൻ്റെ ഭൗതികമായ പാരതന്ത്ര്യത്തിൽ നിന്നുള്ള വിമോചനമാണ്. അടിമത്തത്തിനെതിരെ, നീതി നിഷേധത്തിനെതിരെയുള്ള വിമോചന പ്രത്യയശാസ്ത്രങ്ങൾ. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുമ്പോൾ അതിൻ്റെയും അപ്പുറത്തേക്കാണ്. അതായത് മനുഷ്യർക്ക് എന്നെന്നുമുള്ള ഒരു വിമോചനമാണ്. ജീവിതത്തെ ദുനിയാവും ആഖിറവും എന്ന നിലക്ക് ഒരു സമ്പൂർണമായ കാഴ്ചപ്പാടുള്ള ദർശനം എന്ന നിലയിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുന്ന മനുഷ്യൻ ഈ ലോകത്തും പരലോകത്തും രക്ഷപ്പെടാനുള്ള ഒരു അടിസ്ഥാന ആശയമാണ് ലഭിക്കുന്നത്. ഇന്ന് നോക്കൂ, ഏറ്റവും വലിയ ചൂഷണം, ദൈവത്തിൻ്റെ പേരിലുള്ള ചൂഷണം, അത് തൗഹീദിൽ വന്ന വ്യതിയാനങ്ങളും മാലിന്യങ്ങളുമാണ്. ഈ ലോകത്തെ സൃഷ്ടിച്ചു പരിപാലിക്കുന്ന ഒരു പടച്ചവനുണ്ട് എന്നത് എല്ലാ മതങ്ങളുടെയും അടിസ്ഥാന വിശ്വാസമാണ്. മതങ്ങൾ വന്ന പ്രദേശത്തിൻ്റെ ഭാഷയനുസരിച്ച്, മതഗ്രന്ഥങ്ങൾ ഉപയോഗിച്ച ഭാഷയനുസരിച്ച് വ്യത്യസ്ത പേരുകളിൽ അതറിയപ്പെടും. ഇപ്പം അറബി ഭാഷയിൽ അള്ളാഹു എന്ന് പറയും. ഖുർആനിലും ഹദീസിലുമൊക്കെ ഈ സൃഷ്ടാവിനെക്കുറിച്ച് പറയുന്ന നാമം അള്ളാഹു എന്നാണ്. സംസ്കൃതത്തിൽ ഈശ്വർ എന്ന് പറയും, ഉറുദുവിൽ ഖുദാ എന്ന് പറയും, ഇംഗ്ലീഷിൽ ഗോഡ് എന്ന് പറയും, അതുപോലെ ഭഗവാൻ എന്ന് പറയും, ദൈവമെന്ന് പറയും. ഇങ്ങനെയൊക്കെ പറയുമ്പോഴും നാം നോക്കേണ്ടത് എന്താണ് അതിന് നൽകുന്ന വിശദീകരണം എന്നാണ്. ഓം എന്ന പദം, അല്ലേ, ഓം ശാന്തി, ഓം എന്ന പദത്തിന് സംസ്കൃത പദത്തിന് കൊടുത്തിട്ടുള്ള മലയാള അർത്ഥം സർവശക്തനും സൃഷ്ടാവും സർവലോക പരിപാലകനുമായ പരബ്രഹ്മം എന്നാണ്. എന്ന് പറഞ്ഞാൽ ഖാലിക്കും റാസിക്കും മുഹീം മുമീത്തുമൊക്കെയായ പടച്ചവൻ, അതാണ് ഓം എന്നാണ്. അങ്ങനെ വരുമ്പോൾ, അങ്ങനെ നമ്മൾ ചിന്തിച്ചാൽ ലോകത്തുള്ള മുഴുവൻ മനുഷ്യരും അവർക്ക് ലഭിച്ചിട്ടുള്ള മതഗ്രന്ഥങ്ങൾ അനുസരിച്ച് ജീവിച്ചാൽ ഈ രംഗത്ത് ഒരു ചൂഷണത്തിന് യാതൊരു സാധ്യതയുമില്ല. ചൂഷകന്മാർ കൊണ്ടുവന്നത് ഷിർക്കാണ്. ആ ഷിർക്കിൻ്റെ അടിസ്ഥാനം എന്താ? മനുഷ്യനും ദൈവവും തമ്മിൽ ബന്ധപ്പെടണമെങ്കിൽ ഇടയ്ക്ക് ഇടയാളന്മാർ വേണം എന്നതാണ്. മനുഷ്യൻ്റെ പ്രാർത്ഥന പടച്ചവനിലേക്ക് എത്തിക്കുവാൻ ഇടത്തട്ടു കേന്ദ്രങ്ങൾ ഉണ്ടാകണം എന്നതാണ്. അല്ലാഹുവേ എന്ന്, ദൈവമേ എന്ന് നേർക്ക് നേരെ മനുഷ്യൻ വിളിച്ചു പ്രാർത്ഥിച്ചാൽ അത് ദൈവത്തിലേക്ക് എത്തുകയില്ല. കാരണം മനുഷ്യരൊക്കെ പാപികളാണ് എന്ന് പഠിപ്പിക്കുകയും ഈ പാപികളായ മനുഷ്യരുടെ പ്രാർത്ഥനകൾ, അവരുടെ സങ്കടങ്ങൾ
അവരുടെ വിളിച്ചുതേട്ടങ്ങൾ പടച്ചവനിലേക്ക് എത്തിക്കാൻ പുരോഹിതന്മാർ ആവശ്യമാണ് എന്ന് പറഞ്ഞു പഠിപ്പിച്ചു. എന്നാൽ പുരോഹിതന്മാരോട് പറഞ്ഞ് ആ പുരോഹിതന്മാർ പടച്ചവനോട് പറഞ്ഞ് കാര്യങ്ങൾ ശരിയാക്കിയാൽ പോരെ, അതും പോരാ. അതിന് പുരോഹിതന്മാർക്ക് പണം കൊടുക്കണം, പൗരോഹിത്യ കേന്ദ്രങ്ങളിലേക്ക് നേർച്ച നേരണം. ജീവിച്ചിരിക്കുന്നവരും മരിച്ചുപോയവരുമായ പുണ്യവാളന്മാർ അവരാണ് നമ്മുടെ കാര്യങ്ങൾ ശരിപ്പെടുത്തുന്നത് എന്ന വിശ്വാസമാണ് പിന്നെ വളർത്തിയെടുത്തത്. അത് എല്ലാവർക്കും ഇടയിൽ ഉണ്ടായി. മുസ്ലിങ്ങൾക്കിടയിലും ഹിന്ദുക്കൾക്കിടയിലും ക്രിസ്ത്യാനികൾക്കിടയിലും മറ്റ് പല മതവിശ്വാസികൾക്കിടയിലും ശുദ്ധമായ നേർക്കുനേരെയുള്ള ഋജുവായ ഈ വിശ്വാസത്തിൽ പാളിച്ച സംഭവിക്കുകയും മനുഷ്യന് ദൈവത്തെ സമീപിക്കണമെങ്കിൽ പുരോഹിതന്മാരും പണ്ഡിതന്മാരും അതുപോലെ മത മേലധ്യക്ഷന്മാരും ഉൾക്കൊള്ളുന്ന ഇടത്തട്ടുകാർ ഉണ്ടാവണം എന്ന് സ്ഥാപിക്കപ്പെട്ടു. ഇവിടെയാണ് ഖൈറു ഉമ്മത്തിൻ്റെ അടയാളമായി ഏറ്റവും പ്രധാനപ്പെട്ടത് എല്ലാ മനുഷ്യരെയും സൃഷ്ടിച്ച് പരിപാലിക്കുന്ന പടച്ചവനിലേക്ക് ശരണം പ്രാപിക്കുവാൻ എല്ലാ മനുഷ്യരും തയ്യാറാവുക എന്നത് അനിവാര്യമാണ് എന്ന് നാം പറയുന്നത്. പണ്ട് കാലത്ത് മുസ്ലിങ്ങൾക്കിടയിൽ ഉണ്ടായിരുന്ന ഒരു തർക്കം തവസ്സുലാണ്. തവസ്സുൽ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിലേക്ക് അടുക്കണമെങ്കിൽ ഒരു ഇടയാളൻ വേണം, എന്നിട്ട് ആ ഇടയാളൻ മുഖേന അള്ളാഹുവിനോട് പറയണം. നമ്മുടെ ചെറുപ്പകാലത്തൊക്കെ നമ്മൾ കേട്ട പ്രസംഗങ്ങളും വാദപ്രതിവാദങ്ങളും ഒക്കെ അതായിരുന്നു. അതിന് വബ്തഗു ഇലൈഹിൽ വസീല എന്ന ആയത്തും പറയും. ആ ആയത്തിൻ്റെ എല്ലാ തഫ്സീറിലും അമലു സാലിഹാത്ത് കൊണ്ടാണ് ആ തവസ്സുൽ എന്ന് വന്നതാണ്. പക്ഷെ അത് പോയി മഹാന്മാരെ മുൻനിർത്തിക്കൊണ്ടുള്ള തവസ്സുലായി മാറി. അത് പിന്നെയും പോയി. ഇപ്പോൾ എന്തായിന്നറിയോ? ഇപ്പോൾ ഈ ലോകത്തെ നിയന്ത്രിക്കുന്നത് മുദബ്ബിറുൽ ആലം, അതുപോലെ ഈ കാലഘട്ടത്തിൻ്റെ അച്ചുതണ്ട് ഖുതുബുസ്സമാൻ, ഷെയ്ഖുൽ മശായിഖ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചില ആളുകൾക്ക് ലേബിൾ നൽകുകയും അവരോട് നേരിട്ട് പ്രാർത്ഥിക്കുകയും അവരെ വിളിച്ചു തേടുകയും മരണപ്പെട്ടു പോയ ഇത്തരം ആളുകളുടെ നേരെ ഖബറിൻ്റെ അടുത്ത് ചെന്നിട്ട് നിങ്ങളല്ലാതെ ഞങ്ങളെ രക്ഷിക്കാൻ ഇനി ആരുമില്ല എന്ന് പൊട്ടിക്കരഞ്ഞ് പറയുന്ന അവസ്ഥയിലേക്ക് പണ്ഡിതന്മാർ എന്ന് പറയുന്നവരും പോലും എത്തിപ്പെട്ട ഒരു സാഹചര്യമുണ്ട്. എന്ന് പറഞ്ഞാൽ ഇതിന് സ്ട്രോങ് കൂടിക്കൂടി വരികയും തവസ്സുലും പോയി ഇസ്തിഗാസയും പോയി നേർക്കുനേരെയുള്ള ദുആയും ഇബാദത്തും അള്ളാഹു അല്ലാത്തവരിലേക്ക് തിരിച്ചുവിടുന്ന കേന്ദ്രങ്ങൾ ഉണ്ടാവുകയും ചെയ്തു. നമ്മൾ രക്ഷപ്പെടാൻ യാതൊരു മാർഗവുമില്ല. ഇങ്ങനെയാണ് പോകുന്നതെങ്കിൽ അള്ളാഹുവിൻ്റെ അനുഗ്രഹത്തിനും ഒരു ന്യായവും ഈ സമൂഹത്തിന് ലഭിക്കാൻ വഴിയില്ല. കാരണം എന്താണ് തൗഹീദും ശിർക്കും, എന്താണ് പ്രവാചകന്മാർ പഠിപ്പിച്ച ആദർശം, എന്താണ് ഇസ്ലാമും കുഫ്റും എന്ന് വേർതിരിച്ചു മനസ്സിലാക്കാൻ കഴിയാതെ അവ്യക്തമായ ഒരു ഈമാൻ, അവ്യക്തമായ വിശ്വാസം അത് മനുഷ്യനെ എവിടെ കൊണ്ടുപോയി എത്തിക്കും? അതുകൊണ്ടാണ് നമ്മൾ നമ്മുടെ വിശ്വാസം എന്ത് എന്നറിയണം, അത് പഠിക്കണം, അതിൽ തൃപ്തി വരണം. ഒരു മനുഷ്യന് ഒരു ആശയത്തെ കൊണ്ടു നടക്കണമെങ്കിൽ അതറിയുകയും അതിൽ തൃപ്തി ഉണ്ടാവുകയും വേണം. അതുപോലെ തന്നെ മനസ്സിലാക്കി ഉൾക്കൊണ്ട് വളരെ നല്ല നിലയിൽ തൃപ്തിയോടുകൂടി സ്വീകരിച്ച ഒരാദർശം മാത്രമേ മറ്റൊരാൾക്ക് പറഞ്ഞു കൊടുക്കുവാനും സാധിക്കുകയുള്ളൂ. അതുകൊണ്ടാണ് 100% നമുക്ക് തൃപ്തി വന്ന സത്യമാണ് എന്ന് വിശ്വസിക്കുന്ന, നാം സ്നേഹിക്കുന്ന, നാം ബഹുമാനിക്കുന്ന ഈ ആശയം അത് സ്വീകരിക്കണം. എന്നാൽ മാത്രമേ നമ്മളൊരു ഉത്തമ സമൂഹമായി തീരുകയുള്ളൂ എന്ന് നാം അറിയുകയും ചെയ്യണം. ഉത്തമ സമൂഹം ജീവിതത്തെ കാണുന്നത് പൂർണ്ണമായിട്ടാണ്. എന്താണ് ജീവിതം? ജീവിതത്തെക്കുറിച്ചുള്ള നമ്മുടെ വീക്ഷണം എന്താണ്? ജീവിതത്തെക്കുറിച്ചൊരു വീക്ഷണം ആവശ്യമല്ലേ? ജീവിതം നമ്മളാരും ആഗ്രഹിക്കാതെ, നമ്മളാരും തീരുമാനിക്കാതെ ഒരു ജനനമാണ് നമുക്കുണ്ടാവുന്നത്. ആരുടെ മകനായി മകളായി ജനിക്കണം, ഏത് രാജ്യത്ത് ജനിക്കണം, ഏത് സ്ഥലത്ത് ജനിക്കണം, ഏത് കാലത്ത് ജനിക്കണം എന്നതിന് ജനിച്ചു കഴിഞ്ഞ നമുക്കാർക്കും
ഒരു ചോയ്സും ഉണ്ടായിട്ടില്ലല്ലോ. നമ്മൾ ആഗ്രഹിച്ച വീട്ടിലോ ആഗ്രഹിച്ച മാതാവിൻ്റെയോ പിതാവിൻ്റെയും മകനോ മകളോ ആയിട്ടോ ഒന്നുമല്ലല്ലോ നമ്മൾ ജനിച്ചത്. നമ്മളിവിടെ ജനിച്ചു എന്ന് പറഞ്ഞാൽ അല്ലാഹു തആല നമ്മെ ഇവിടെ സൃഷ്ടിച്ചു. അതെവിടെ, എന്ന്, എപ്പോൾ എന്നൊക്കെ അള്ളാഹുവിൻ്റെ തീരുമാനമാണ്. ജനിക്കുമ്പോൾ നമുക്കെന്തുണ്ടായിരുന്നു? ഒന്നുമില്ല. കരഞ്ഞുകൊണ്ട് ജനിച്ചു വന്നതാണ്. എന്ന് പറഞ്ഞാൽ ഒന്നും കയ്യിലുണ്ടായിരുന്നില്ല. പണമില്ല, പ്രതാപമില്ല, ശക്തിയില്ല, ആരോഗ്യമില്ല, സംസാരശേഷിയില്ല, ചലനശക്തിയില്ല, ഒന്നുമില്ല. അതും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ജനന സമയത്ത് ഏറ്റവും ദുർബലനായി ജനിക്കുന്നത് മനുഷ്യക്കുഞ്ഞാണ്. മൃഗങ്ങളും പക്ഷികളുമൊക്കെ ജനിച്ചു കഴിഞ്ഞ് മണിക്കൂറുകൾ കഴിഞ്ഞാൽ നടക്കാൻ തുടങ്ങും, പറക്കാൻ തുടങ്ങും, നീന്താൻ തുടങ്ങും, ഭക്ഷണം തേടിപ്പോകും. അങ്ങനെയാണ്. മനുഷ്യനോ എത്ര വർഷങ്ങളാണ് നമ്മൾ സൂക്ഷിച്ച് പരിപാലിച്ച് പോറ്റി വളർത്തി സ്വയം ആഹാരം തേടാൻ പണിയെടുക്കാൻ സജ്ജമാകുന്നതിന് വേണ്ടി വരുന്നത് എന്ന് നോക്കൂ. അങ്ങനെ ഒന്നുമില്ലാതെ ജനിക്കുകയും മാത്രമല്ല ഒന്നും അറിയാതെയും, വല്ലാഹു അഖ്റജക്കും മിൻ ബുതൂനി ഉമ്മഹാത്തിക്കും ലാ തഅലമൂന ഷൈആ, നിങ്ങളെ അല്ലാഹു നിങ്ങളുടെ മാതാക്കളുടെ ഗർഭാശയത്തിൽ നിന്ന് പുറപ്പെടുവിച്ചിരിക്കുന്നു, നിങ്ങൾക്ക് ജന്മം നൽകിയിരിക്കുന്നു. എങ്ങനെ? ലാ തഅലമൂന ഷൈആ, നിങ്ങൾക്കൊന്നും അറിയാത്ത വിധത്തിൽ. യാതൊന്നും അറിയാതെയാണ് മനുഷ്യക്കുഞ്ഞ് ജനിച്ചു വരുന്നത്. പിന്നെ അവനെ പഠിപ്പിച്ചെടുക്കുകയാണ്. സംസാരം അല്ലേ? നമ്മുടെ മക്കൾ നമ്മുടെ കൂടെ ഒരു കൊല്ലമാകുമ്പോഴേക്ക് മലയാളം പറയും, കേട്ടു പഠിക്കും. ആ കുട്ടി മറ്റൊരു നാട്ടിൽ ഇംഗ്ലണ്ടിലാണെങ്കിൽ ഇംഗ്ലീഷ് പറയും, അറേബ്യയിലാണെങ്കിൽ അറബി പറയും. ഇതാണ് പിന്നെ പഠിച്ചും പഠിപ്പിച്ചും ഉണ്ടാക്കുന്നതാണ്. അതേപോലെ തന്നെയാണ് എല്ലാ കഴിവുകളും. ഈ ഒരു അവസ്ഥയിൽ നമ്മൾ ജനിച്ചു, നമ്മൾ വളർന്നു, നമ്മൾ ജോലി ചെയ്തു, നമ്മൾ വിദ്യാഭ്യാസം ചെയ്തു, നമ്മൾ വിവാഹം ചെയ്തു, നമ്മൾക്ക് കുഞ്ഞുങ്ങളുണ്ടായി, പലർക്കും പണമുണ്ടായി, പലർക്കും പണമുണ്ടായില്ല. ഇനി മരിക്കാൻ പോവുകയാണ്. മരിക്കാൻ പോകുമ്പോഴേ ഏതാണ്ട് ജനിച്ച സമയത്തുള്ള മാതിരി തന്നെ, നടക്കാൻ വയ്യ, സംസാരിക്കാൻ വയ്യ, ഭക്ഷണം കഴിക്കാൻ വയ്യ, അങ്ങനെയൊക്കെ മരിച്ചു പോകുന്ന അവസ്ഥയിലല്ലേ പലരും. പണം ഇടക്കാലത്ത് ഉണ്ടായി, വന്നപ്പം കൊണ്ടുവന്നിട്ടില്ല, പോകുമ്പോൾ കൊണ്ടുപോകുന്നുമില്ല, ഇടയ്ക്കുണ്ടായി. ആ പണം എങ്ങനെയാണ് നമ്മൾ കൈകാര്യം ചെയ്യേണ്ടത്? ഒരു ഉത്തമ സമൂഹത്തിൽ എങ്ങനെയാണ് പണത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാടുകൾ? ഞാൻ പറഞ്ഞല്ലോ, ഇസ്ലാം അത് സമ്പൂർണ്ണമാണ്. ഇസ്ലാമിലെ ഓരോ കാര്യങ്ങൾക്കും അതിൻ്റേതായ നിയമങ്ങളുമുണ്ട്. കുടുംബത്തിലുണ്ട്, അയൽപ്പക്കത്തുണ്ട്, അതുപോലെ സമൂഹത്തിനുണ്ട്. നമ്മുടെ എല്ലാ സ്വഭാവ മര്യാദകൾ കാര്യങ്ങൾക്കൊക്കെ നിയമങ്ങളുണ്ട്. ആ നിയമങ്ങൾ വളരെ വിശദമായി പറഞ്ഞ കാര്യങ്ങളുണ്ട്. അതിൻ്റെ ബേസ് ഇന്നതാവണം എന്ന് പഠിപ്പിച്ചതുണ്ട്. അതിൽ സമ്പത്ത് നോക്കൂ, ഇന്ന് ഏറെക്കുറെ എല്ലാറ്റിൻ്റെയും ഒരു കേന്ദ്രബിന്ദു സമ്പത്താണ്. സമ്പത്തിനെ കുറിച്ച് ഖുർആൻ പറഞ്ഞത് തന്നെ, വലാ തുഉതു സുഫഹാ അംവാലക്കും ഉല്ലത്തി ജഅലല്ലാഹു ലക്കും ഖിയാമ, നിങ്ങളെ പണം അത് കൈകാര്യം ചെയ്യാൻ കഴിവില്ലാത്തവരെ ഏൽപ്പിക്കരുത്. സുഫഹാന് എന്ന് പറഞ്ഞാൽ തൻ്റെ ഇടമില്ലാത്ത ആൾക്ക് പണം കൊടുക്കരുത്. പണത്തെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അല്ലത്തി ജഅലല്ലാഹു ലക്കും ഖിയാമ, നിങ്ങളുടെ ജീവിതത്തിൻ്റെ നിലനിൽപ്പാണത് എന്നാണ് പണം എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഇസ്ലാമിൽ പണസമ്പാദനത്തിന് പ്രോത്സാഹനം കൊടുത്തത്. പണം നിഷേധിച്ചില്ലല്ലോ, പണം മോശമാണെന്ന് പറഞ്ഞില്ലല്ലോ, പണക്കാർ സ്വർഗത്തിൽ പ്രവേശിക്കില്ല എന്ന് പറഞ്ഞില്ലല്ലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ നിഅമൽ മാലു സാലിഹ് ഫീ യദി റജുലുൻ സാലിഹ്, നല്ല മനുഷ്യൻ്റെ കയ്യിലുള്ള പണം എത്ര നല്ല പണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആളുകൾക്ക് ബർക്കത്തിന് വേണ്ടി ദുആ ചെയ്തു, മക്കളുണ്ടാവാൻ വേണ്ടി ദുആ ചെയ്തു, പണമുണ്ടാവാൻ വേണ്ടി ദുആ ചെയ്തു. എന്തിനാ? അത് ഈ സമൂഹത്തിൻ്റെ നിലനിൽപ്പാണ് എന്നതാണ്. അങ്ങനെയുള്ള ആളുകൾ കയ്യിൽ പണം കിട്ടിയാൽ അതിൻ്റെ ഗുണവും സമൂഹത്തിനാണ്. ഇത് നോക്കൂ, ഉത്തമ സമൂഹത്തിൻ്റെ ഗുണങ്ങളൊക്കെ മനസ്സിലാക്കിയ ആളുകൾ എത്ര പണമാണ് ചെലവഴിക്കുന്നത്. അയാളും അയാളുടെ കുടുംബത്തിനും ജീവിക്കാൻ ഇത്ര പണം വേണമെന്നുണ്ട്. പക്ഷേ അതിനേക്കാളൊക്കെ എത്രയോ പണം സമൂഹത്തിന് നൽകുന്നവരുണ്ട്, പാവപ്പെട്ടവരെ സഹായിക്കുന്നവരുണ്ട്, അതുപോലെ പൊതു നന്മയ്ക്ക് വേണ്ടി കൊടുക്കുന്ന. ഇതെങ്ങനെ കൊടുക്കാൻ കഴിയും? എങ്ങനെ ഇത് കൊടുക്കാൻ കഴിയും? ആ ഒരു ചോദ്യം തന്നെയാണ്. നമ്മളുണ്ടാക്കിയ പണം തൃപ്തിയോടുകൂടി എടുത്തു കൊടുക്കുക. അത് കൊടുക്കാൻ കഴിയുന്നത് ഒരു വീക്ഷണത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. എന്താണ് ആ വീക്ഷണം? ഞാൻ ഈ ഭൂമിയിലേക്ക് വരുമ്പോൾ പണം കൊണ്ടുവന്നിട്ടില്ല,
ഞാൻ ഈ ഭൂമിയിൽ നിന്ന് പോകുമ്പോൾ പണം കൊണ്ടുപോകുകയുമില്ല. അപ്പോൾ എൻ്റെ കയ്യിൽ പടച്ചവനെ ഏൽപ്പിച്ച പണം എനിക്കും എൻ്റെ കുടുംബത്തിനും ഈ സമൂഹത്തിനും ഒക്കെ ജീവിക്കാനുള്ളതാണ്. അത് എൻ്റെ കയ്യിലാണ് ഇപ്പോൾ പണം വെച്ചിട്ടുള്ള ഖജനാവിൻ്റെ താക്കോൽ. പക്ഷേ ആ താക്കോൽ ഉപയോഗിച്ച് പണം തുറന്നെടുത്താൽ എങ്ങനെ ചെലവഴിക്കണം എന്നത് പണം തന്ന പടച്ചവൻ പറഞ്ഞിട്ടുമുണ്ട്. അല്ലോ, ഇത്ര പണം ഉണ്ടായാൽ ഇത്ര ശതമാനം ഇന്ന ആൾക്ക് കൊടുക്കണം, അല്ലേ? 2.5% അവിടെ കൊടുക്കണം, 5% ഇതിന് കൊടുക്കണം, 10% ഓരോന്നിൻ്റെയും തോതനുസരിച്ച് അത് കൊടുത്താൽ മാത്രമേ ബാക്കി പണം ശുദ്ധമാകുള്ളൂ, അല്ലേ? സക്കാത്ത് എന്ന വാക്കിന് വളർച്ച എന്നർത്ഥമുണ്ട്. സക്കാത്ത് എന്ന വാക്കിന് ശുദ്ധീകരിക്കുക എന്നും അർത്ഥമുണ്ട്. എന്ന് പറഞ്ഞാൽ സക്കാത്ത് നൽകുന്നത് മൂലം പണം വളരും എന്നാണ് ഒരാശയം. സക്കാത്ത് നൽകിയാൽ മാത്രമേ ബാക്കി പണം ശുദ്ധമാകൂ എന്നാണ്. അപ്പോൾ ഉത്കൃഷ്ട സമൂഹമായി നമ്മൾ ഇയാളാണല്ലോ വന്നത്, ഇനിയിപ്പോൾ എന്തൊക്കെയാണ് സംഭവിക്കുക, എന്തെല്ലാം പാർട്ട്ണർമാരെ ശത്രുക്കളാക്കുന്നു. ഇതൊക്കെ ഫിത്നയുടെ ഭാഗങ്ങളാണ്. ഫിത്നയില്ലാത്ത ഒരു ജീവിതം ഉത്കൃഷ്ട സമൂഹത്തിൻ്റെ അടയാളമാണ്. എല്ലാവർക്കും സന്തോഷം, എല്ലാവർക്കും സമാധാനം, എല്ലാവർക്കും സംതൃപ്തി. അങ്ങനെ ഒരു ലോകത്തെക്കുറിച്ച് നമ്മൾ ആലോചിച്ച് നോക്കൂ. സർക്കാരുകൾ മാറി വരുമ്പോൾ പറയല്ലോ, ഇപ്പോൾ ഇത്രാം ആണ്ടിൽ, ഇപ്പോൾ 2030 എല്ലാവർക്കും വിദ്യുച്ഛക്തി, എല്ലാവർക്കും വിദ്യാഭ്യാസം, എല്ലാവർക്കും ആരോഗ്യം, ഇങ്ങനെ പറയാറുണ്ട്. അതിനേക്കാളും പ്രധാനം എല്ലാവർക്കും മനസ്സമാധാനം, എല്ലാവർക്കും സന്തോഷം, എല്ലാവർക്കും സംതൃപ്തി എന്നതാണ്. കാരണം എന്താണെന്നറിയോ? സമാധാനവും സന്തോഷവും സംതൃപ്തിയും ഉള്ള ഒരു കുടുംബം അല്ലെങ്കിൽ ഒരു പ്രദേശം, അവർ സാമ്പത്തിക പ്രയാസമുണ്ടെങ്കിൽ പോലും അവർക്ക് സ്വസ്ഥമായി ജീവിക്കുവാനും സമാധാനത്തോടുകൂടി കിടന്നുറങ്ങാനും കഴിയും. എൻ്റെയൊക്കെ ചെറുപ്പകാലത്ത് ഞാൻ ദാരിദ്ര്യ കാലഘട്ടത്തിൻ്റെ അവസാനം കണ്ട ആളാണ്. നമ്മുടെ കാലം, നമ്മൾ വളർന്നു വന്നപ്പോൾ ദാരിദ്ര്യം തീർന്നു സമൂഹത്തിൽ. അന്ന് നമുക്കറിയാം, പണിക്ക് പോയ ആളുകൾ, പാടത്തും പറമ്പുമൊക്കെ പണിക്ക് പോയ ആളുകൾ വൈകുന്നേരം മഗ്രിബ് വരെ പണിയെടുത്തിട്ട് അവർക്ക് കിട്ടിയ ആ കൂലി, ആ പണവും കൊണ്ട് കടയിൽ പോയി അന്ന് രാത്രിക്ക് ആവശ്യമുള്ള ഭക്ഷ്യവസ്തുക്കൾ, ധാന്യങ്ങളും മറ്റ് സാധനങ്ങളും വാങ്ങി അതൊരു മുണ്ടിൻ്റെ തലയിൽ കെട്ടി വീട്ടിൽ കൊണ്ടുവന്ന് ആ വീട്ടിലുള്ള സ്ത്രീകൾ അത് പാകം ചെയ്ത് അച്ഛനും അമ്മയും മക്കളും അത് കഴിച്ച് കിടന്നുറങ്ങുന്നു. ഇയാൾക്കൊരു ദിവസം പണിയില്ലെങ്കിൽ അന്ന് ഭക്ഷണം ഉണ്ടാവില്ല. അവർ വലിയ പണക്കാരല്ല, സുഖജീവിതം ഒന്നുമില്ല, എന്നാലും അവർ വളരെ സംതൃപ്തരാണ്. അച്ഛൻ വരുന്നത് കാത്തിരിക്കുന്നു, അമ്മ ഭക്ഷണം ഉണ്ടാക്കുന്നു, ഒന്നിച്ചിരുന്ന് വിളമ്പി തിന്നുന്നു. ഇത് ഇന്ന് ഇതിനേക്കാളേറെ സാമ്പത്തികമായ മെച്ചവും നേട്ടമൊക്കെ ഉണ്ടായിട്ട് ആളുകൾക്ക് ആ ഒരു സന്തോഷവും സമാധാനവും കിട്ടാത്തതെന്താ? അത് ജീവിതത്തിൻ്റെ വീക്ഷണത്തിൽ വന്ന ഒരു വലിയ മാറ്റമാണ്. അപ്പോൾ നമുക്കിന്ന് നമ്മുടെ ഈ ക്യാമ്പയിൻ്റെ പ്രചാരണത്തോടു കൂടി കുറേ ആശയങ്ങൾ പഠിപ്പിച്ചെടുക്കാനുണ്ട്. ഇപ്പോൾ ഇന്നലെ എൻ്റെ ഒരു സുഹൃത്ത്, അദ്ദേഹം ഒരു പ്രീ മാരിറ്റൽ ക്ലാസ്സിന് പോവുകയാണ്. എന്ന് പറഞ്ഞാൽ വിവാഹം ചെയ്യാൻ ആയിട്ടുള്ള ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ഒരു ക്ലാസ്. ഇപ്പം എല്ലാത്തിനും അങ്ങനെയാണല്ലോ. മുമ്പ് ഇപ്പോൾ അത് ചോദിച്ചാൽ പ്രായമുള്ളവർ ചോദിക്കും, ഇപ്പോൾ ഈയൊക്കെ ഉണ്ടായത് എൻ്റെ വാപ്പയും ഉമ്മയൊക്കെ പ്രീ മാരിറ്റൽ ക്ലാസ്സിന് പോയിട്ടാണോ എന്ന്. അല്ലല്ലോ. പക്ഷേ കാലം മാറി വരുമ്പോൾ കുറേ കാര്യങ്ങൾ പഠിക്കേണ്ടി വരും. ഇപ്പോൾ വ്യവസായികൾക്ക് ക്ലാസ് ഉണ്ട്, ഡോക്ടർമാർക്ക് ഇടക്കിടക്ക് കോഴ്സുകളുണ്ട്, അതുപോലെ അധ്യാപകർക്ക് ഓരോ കൊല്ലവും ക്ലാസ്സുകളുണ്ട്. ഈ ക്ലാസ്സിലൊന്നും പങ്കെടുക്കാത്ത ആൾ പണ്ട് പഠിപ്പിച്ച ഒരു നോട്ട് പുസ്തകം വെച്ചിട്ടായിരിക്കും കോളേജിൽ ഡിഗ്രിയും PGയും വരെ പഠിപ്പിക്കുക. പണ്ട് പഠിച്ചു വന്ന ഒരു ഡോക്ടർ പുതിയ മരുന്നുകളെക്കുറിച്ചും റിസർച്ചുകളെക്കുറിച്ചും അറിയില്ലെങ്കിൽ ആ പഴയ മരുന്ന് തന്നെ ആയിരിക്കും എഴുതുക. അത് മതിയാവില്ല. ഇതുപോലെ ജീവിതത്തിനുണ്ടാകുന്ന മാറ്റങ്ങൾ, കുടുംബത്തിലുണ്ടാകുന്ന മാറ്റങ്ങൾ, പുതിയ പ്രശ്നങ്ങൾ, ഇതിൽ ഒരു പുരുഷനും ഒരു സ്ത്രീയും എന്തെല്ലാം വിഷയങ്ങൾ ശ്രദ്ധിക്കണം എന്നതാണ് ഈ പ്രീ മാരിറ്റൽ ക്ലാസ്സുകളിൽ പറഞ്ഞു കൊടുക്കുന്നത്. കുറേ വിഷയങ്ങളുണ്ട്. ഇപ്പോൾ ഒരു പെൺകുട്ടി പുതിയൊരു വീട്ടിലേക്കാണ് വരുന്നത്, അവിടെ പുതിയ സാഹചര്യമാണ്, അവിടെ എന്തെല്ലാം ശ്രദ്ധിക്കണം. അതുപോലെ നമ്മുടെ വീട്ടിലേക്ക് ഒരു പുതിയ മകളാണ് വരുന്നത്. മരുമകൾ എന്ന് പറയേണ്ടതില്ല, ഒരു മകൾ തന്നെയാണ്. മറ്റവർക്കൊരു മകനെയും കൂടിയാണ് കിട്ടുന്നത്. ഇതൊക്കെ ഊഷ്മളമായ കുടുംബാന്തരീക്ഷം ആക്കി തീർക്കാൻ എന്ത് ചെയ്യണമെന്നാണ് ഈ ക്ലാസ്സിൽ പറഞ്ഞു കൊടുക്കുന്നത്. ഇപ്പോൾ അതും പോയി.
ഇപ്പം പോയിട്ട് എന്തായെന്നറിയാം, പോസ്റ്റ് മാരിറ്റൽ ക്ലാസ് ഉണ്ട്. എന്നാൽ കല്യാണം കഴിച്ച് 5 കൊല്ലം കഴിഞ്ഞ ദമ്പതികൾക്ക് അവരെന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത് അല്ലേ? വയസ്സന്മാരായ ദമ്പതികൾക്ക് അവരെന്തെല്ലാമാണ് പരസ്പരം ശ്രദ്ധിക്കേണ്ടത്, അതൊക്കെ വേണ്ടി വരും. അത് വേണ്ടി വരുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ കാലം മാറുന്നു, ജീവിതം മാറുന്നു, ഭക്ഷണം മാറുന്നു, വസ്ത്രം മാറുന്നു. എല്ലാം മാറുന്ന ഒരു സമൂഹത്തിൽ നമുക്ക് നമ്മുടെ മൂല്യങ്ങൾ നിലനിർത്തിക്കൊണ്ട് ഉത്തമ സമൂഹമായി ഉത്കൃഷ്ട മൂല്യങ്ങളുടെ ഉടമകളായി മുന്നോട്ട് പോകാനാണ്. ഇതിലെല്ലാത്തിലുമുള്ള ഇസ്ലാമിൻ്റെ പാഠങ്ങൾ നമ്മൾ പഠിപ്പിച്ചാൽ മതി. ഇപ്പോൾ ഖുർആനിലും ഹദീസിലും വന്നിട്ടുള്ള സ്വഭാവ പാഠങ്ങൾ തന്നെയാണ് ഈ പറയുന്നത്. ഞാനൊരിക്കലും എയർപോർട്ടിൽ ഇരിക്കുമ്പോൾ വെറുതെ കുറേ അധികം സമയം ഉണ്ടായപ്പോൾ അവിടെ ഒരു ബുക്ക് ഷോപ്പിൽ പോയിട്ട് ബുക്ക് വാങ്ങി. അത് എന്താണെന്നറിയോ, ജീവിത വിജയത്തിന് ആവശ്യമായ 101 കാര്യങ്ങൾ എന്നാണ്. അങ്ങനെ 1, 2, 3 ഇങ്ങനെ ഓരോ ചാപ്റ്ററാണ്. ഞാനിത് നോക്കുമ്പോൾ എന്താ അറിയോ, അതിലുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ഇസ്ലാമികമായി പറയുന്നതാണ്. അപ്പോൾ അതിൽ പറയാം, ഒരു ബിസിനസ് എക്സിക്യൂട്ടീവ് അയാളുടെ ഒരു പുതിയ പ്രോഡക്റ്റ് പരിചയപ്പെടുത്താൻ പോവുകയാണെങ്കിൽ അയാൾ ആദ്യം ചെന്നിട്ട് പുഞ്ചിരിക്കുകയാണ് വേണ്ടത് എന്നാ, ചിരിക്കണം എന്ന്. തബസ്സുമുക ഫി വജ്ഹി അഖീക സദഖ. ആളുകൾ തമ്മിൽ ബന്ധപ്പെടാനുള്ള ആദ്യത്തെ കവാടം അതാണ്. നീ നിൻ്റെ സഹോദരൻ്റെ മുഖത്ത് നോക്കി പുഞ്ചിരിക്കുന്നത് സദഖയാണ് എന്ന് പറയുന്നു. അതേപോലെയാണ് ഓരോ കാര്യങ്ങളെക്കുറിച്ചും നമുക്ക് പറയാനും പഠിപ്പിക്കാനുമുള്ളത്. അതുകൊണ്ട് തന്നെ നമ്മൾ സ്വഭാവം, മര്യാദ, പെരുമാറ്റം തുടങ്ങിയ കാര്യങ്ങൾക്ക് വലിയ സ്ഥാനം നൽകണം. ഇപ്പോൾ ഇസ്ലാമിൽ ഇബാദത്തുകൾ, അഖീദ, പിന്നെ ഉള്ളൊരു സംഗതിയാണ് അഖ്ലാഖ്. എല്ലാ മദ്രസകളും എല്ലാ വിഭാഗവും ഇത് പഠിപ്പിക്കുന്നുണ്ട്. ഇതേ അഖീദ, അള്ളാഹുവിനെക്കുറിച്ച്, മലക്കുകളെക്കുറിച്ച്, പരലോകത്തെക്കുറിച്ചൊക്കെയുള്ള നമ്മുടെ ഈമാൻ കാര്യങ്ങൾ, വിശ്വാസ കാര്യങ്ങൾ. മറ്റൊന്ന് ഇബാദത്തുകൾ, നിസ്കാരം, നോമ്പ്, സക്കാത്ത്, ഹജ്ജ് തുടങ്ങിയ കാര്യങ്ങൾ. അഖ്ലാഖ് എന്ന് പറഞ്ഞൊരു പുസ്തകമുണ്ട്, അല്ലെങ്കിൽ ഒരു വിഷയം, സ്വഭാവ മര്യാദകൾ. സ്വഭാവ മര്യാദകൾ ഒരു വിഷയമായി അല്ലെങ്കിൽ സിലബസിൻ്റെ ഭാഗമായി പുസ്തകമായി പഠിപ്പിക്കുന്ന ഒരു സമൂഹമാണ് നമ്മൾ. ഏറ്റവും ചുരുങ്ങിയത് 5ാം ക്ലാസ് വരെയും അല്ലെങ്കിൽ 7ാം ക്ലാസ് വരെയും സ്വഭാവ മര്യാദകൾ പഠിച്ച് വളർന്ന ഒരു സമൂഹമാണ്. പക്ഷേ ആ സ്വഭാവവും മര്യാദയും അതുപോലെ തന്നെ അതിൻ്റെ നിയമങ്ങളും ഈ സമൂഹത്തിൽ ആ മാതിരി ഉണ്ടായിട്ടുണ്ടോ എന്നതാണ്. ഉണ്ടാവണമല്ലോ. അപ്പോൾ എവിടെയാണ് അതിൽ പിഴവ് പറ്റിയത് എന്നും നമ്മുടെ ഈ ക്യാമ്പയിൻ സമയത്ത് നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. ആ ആലോചന നമ്മുടെ വീട്ടിലുണ്ടാകണം. ഇപ്പോൾ മക്കളെ, നിങ്ങൾ സത്യം പറയണം എന്ന് മക്കളോട് പറയണമെങ്കിൽ ഈ വാപ്പയും ഉമ്മയും സത്യം പറയുന്നതായി അവർക്ക് തോന്നണ്ടേ? മക്കളെ, പാവങ്ങളൊക്കെ വന്നാൽ എന്തെങ്കിലും നിങ്ങൾ കൊടുക്കണം കേട്ടോ എന്ന് പറയുമ്പോൾ ഈ മക്കൾ നോക്കുന്നത് വാപ്പയും ഉമ്മയും പാവങ്ങളെ സഹായിക്കുന്നുണ്ടോ എന്നതാണ്. നിങ്ങൾ കുട്ടികളുടെ കയ്യിൽ പണം എടുത്തു കൊടുത്തിട്ട് ഒരു പാവത്തിന് കൊടുക്കാൻ പറഞ്ഞാൽ അവൻ വലുതായാൽ അവന് മനസ്സിലാവും ഇങ്ങനെയാണ് ചെയ്യേണ്ടത് എന്ന്. മക്കളൊക്കെ ഞാൻ വാപ്പ വയസ്സായാൽ നോക്കണട്ടോ എന്നെ എന്ന് ഞാൻ മക്കളെ ഉപദേശിക്കുന്നതിന് പകരം ആ മക്കളുടെ മുമ്പിൽ വെച്ച് ഞാൻ എൻ്റെ വാപ്പനെ ഉമ്മനെയൊക്കെ നോക്കുകയും അവരെ സന്തോഷിപ്പിക്കുകയും ചെയ്താൽ മതിയല്ലോ. അപ്പം മക്കൾക്ക് മനസ്സിലാവും ഇങ്ങനെയാണ് നമ്മുടെ വാപ്പനെ ഉമ്മനെയൊക്കെ നോക്കേണ്ടത് എന്നത്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഈ വിഷയം ജനങ്ങളിലേക്ക് എത്തിച്ചു കൊടുക്കേണ്ടത്. നല്ലത് സംസാരിക്കുക, നല്ലത് പറയുക, നല്ല പെരുമാറ്റം, ഉത്കൃഷ്ട മൂല്യങ്ങൾ, അതുപോലെ ശ്രേഷ്ഠ സമൂഹം എന്ന് പറയുമ്പോൾ ഇതിങ്ങനെ ധാരാളം നമുക്ക് പഠിക്കുവാനും വിശദീകരിക്കാനും ഉണ്ട്. ഏതായാലും ഈ ക്യാമ്പയിൻ നമ്മുടെ നാട്ടിൽ വലിയ ചലനങ്ങളാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. എല്ലാ ഗ്രാമങ്ങളിലും, എല്ലാ മഹല്ലുകളിലും, എല്ലാ ജില്ലകളിലും നമ്മൾ പരിപാടികൾ നടത്തി ഏതാണ്ട് അത് സമാപിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ സമയത്ത് ഇവിടെ UAE-യിൽ, ഇവിടെ ദുബായിൽ, ഈ അൽമനാർ ഇസ്ലാമിക് സെൻറ്ററിൽ ഈ ആശയത്തെ പ്രകാശിപ്പിക്കുന്നതിന് വേണ്ടി, അതിൽ കൂടുതൽ ആലോചന വരുത്താൻ വേണ്ടി, അതിനെക്കുറിച്ച് ഇനിയും ചിന്തകൾ ഉണ്ടാകാൻ വേണ്ടി കുറഞ്ഞ സമയമാണെങ്കിലും ഇവിടെ ഇങ്ങനെ ഒരു പ്രോഗ്രാം സംഘടിപ്പിച്ചത് വളരെ നന്നായി എന്ന് ഞാൻ പറയുകയാണ്. ഇതിലേക്ക് എന്നെ ക്ഷണിച്ചതിന് ഈ അൽമനാർ ഇസ്ലാമിക് സെൻറ്ററിൻ്റെയും ഇവിടുത്തെ ഇസ്ലാഹി സെൻറ്ററിൻ്റെയും പ്രവർത്തകരെയും ഭാരവാഹികളെയും അവരോട് ഞാൻ നന്ദി പ്രകാശിപ്പിക്കുകയും ചെയ്യുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ എന്ന് ദുആ ചെയ്യുന്നു. റബ്ബന ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ വസല്ലല്ലാഹു അലാ നബിയിനാ മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം. അസ്സലാമു അലൈക്കും. ഇനി വേദിയിൽ റിവാർഡ് ഫൗണ്ടേഷൻ നാം നമസ്കാരത്തിന് മുമ്പ് കണ്ട വീഡിയോ ഇന്ത്യയിൽ തന്നെ ആദ്യമായിട്ടായിരിക്കാം ഭിന്നശേഷിക്കാർക്ക് വേണ്ടി മാത്രമായി KNM ആരംഭിക്കുന്ന
മസ്ജിദും ലൈബ്രറിയും. അതിനുവേണ്ടി അൽമനാർ ഇസ്ലാമിക് മദ്രസ സ്റ്റുഡൻസ് ശേഖരിച്ച തുക ഇവിടെ കൈമാറുകയാണ്. വേദിയിലേക്ക് ബഹുമാനനായ പ്രസിഡന്റ് എ.പി. അബ്ദുസ്സമദ് സാഹിബ്, വി.കെ. സക്കരിയ സാഹിബ്, നൌഷാദ് സാഹിബ്, അതുപോലെ മദ്രസ പ്രിൻസിപ്പൽ അബ്ദുസ്സമീഹ് തുടങ്ങിയവരെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. പള്ളിയിൽ നിന്ന് ഖുർആൻ ഓതുന്നവരാണ്. എന്നാൽ എന്നെ പോലുള്ള കാഴ്ചയില്ലാത്ത, കേൾവിയില്ലാത്ത, ചലനത്തിന് ബുദ്ധിമുട്ട് നേരിടുന്ന അഥവാ നടക്കാൻ കഴിയാത്ത, ഇരിക്കാൻ കഴിയാത്ത സഹോദരങ്ങൾ സ്വന്തമായി പള്ളിയിൽ വന്ന് വിവാഹത്തിൽ നിർവഹിച്ച് പോകാൻ കഴിയുന്നതിന് നിങ്ങൾ എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ട്? ഞാൻ നമ്മുടെ നാട്ടിലെ ഒരു പള്ളിയിലേക്ക് കടന്നു വന്നാൽ ഖുർആൻ ഓതുന്നതിന് എങ്ങനെയാണ് സാധിക്കുക എന്നതിനെ കുറിച്ച് നിങ്ങൾ വലിയ ഒരു മുഖ്യ ഭാഷണത്തിന് വേണ്ടി സട്ടാവും സംരക്ഷകനുമായി ഈ ശ്രദ്ധേയമായ ക്യാമ്പയിൻ, അതിൻ്റെ പ്രചരണ പ്രവർത്തനങ്ങൾ കേരളത്തിനകത്തും പുറത്തും സജീവമായി കൊണ്ടിരിക്കുകയാണ്. ഈ ശ്രദ്ധേയമായ തലക്കെട്ട് മുന്നിൽ വെച്ചുകൊണ്ട് UAE വ്യത്യസ്ത ഭാഗങ്ങളിൽ അതിൻ്റെ പ്രചരണ പ്രവർത്തനങ്ങളും സജീവമായി മുന്നോട്ട് പോവുകയും അതിൻ്റെ ഒരു സമാപന പൊതുസമ്മേളനത്തിന് നമ്മളിവിടെ സാക്ഷികളാവുകയും ചെയ്യുകയാണ്. കുന്തും ഖൈറ ഉമ്മ ഉഖ്രിജത്തിൽ ലിന്നാസി തഅ്മുറൂന ബിൽ മഅറൂഫി വതൻഹൗന അനിൽ മുൻകർ വതുഅ്മിനൂന ബില്ലാഹ് എന്ന് തുടങ്ങുന്ന ശ്രദ്ധേയമായ അള്ളാഹുവിൻ്റെ വർത്തമാനങ്ങൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ കേട്ടുകഴിഞ്ഞു. സദാചാരം കൽപ്പിക്കുന്ന, ദുരാചാരത്തിൽ നിന്ന് വിലക്കുന്ന സവിശേഷതയിലേക്ക് നമ്മൾ ഉയർന്നു നിൽക്കുമ്പോഴാണ് നമ്മൾ ഖൈറു ഉമ്മയിലെ അംഗങ്ങളാവുക. അങ്ങനെ നന്മ കൽപ്പിക്കാൻ നമുക്ക് കഴിയണമെങ്കിൽ, തിന്മ വിരോധിക്കാൻ നമുക്ക് കഴിയണമെങ്കിൽ അള്ളാഹുവിൽ ആഴത്തിൽ അചഞ്ചലമായ വിശ്വാസം നമുക്കുണ്ടാകേണ്ടതുണ്ട് എന്ന് ചുരുക്കം. വതുഅ്മിനൂന ബില്ലാഹ് എന്ന് അള്ളാഹു എടുത്ത് പറയുകയും ചെയ്യുന്നുണ്ട്. നമ്മുടെ ഈമാൻ എത്ര കണ്ട് നമ്മുടെ ഹൃദയത്തിൽ ശക്തമോ, എത്ര കണ്ട് ഭദ്രമോ, അത്ര കണ്ട് നമുക്ക് നന്മ പറയാനും നന്മയിൽ ഉറച്ചു നിൽക്കാനും നന്മയിലേക്ക് ജനങ്ങളെ ക്ഷണിക്കാനും കഴിയും. എത്ര കണ്ട് നമ്മുടെ ഈമാൻ ശക്തവും ഭദ്രവുമാണോ അത്ര കണ്ട് തിന്മ വിരോധിക്കാനും തിന്മയെക്കുറിച്ച് താക്കീത് ചെയ്യാനും ആ രംഗത്തുള്ള ബോധവൽക്കരണ പ്രവർത്തനങ്ങളിൽ നിറസാന്നിധ്യങ്ങളാകാനും നമുക്ക് കഴിയും. നമ്മുടെ ഈമാൻ്റെ കുറവനുസരിച്ച് സ്വാഭാവികമായും നന്മ കൽപ്പിക്കുന്നതിലും തിന്മ വിരോധിക്കുന്നതിലും അലംഭാവങ്ങളും അലസതയും ഉണ്ടാകും. നന്മ കൽപ്പിക്കുക, തിന്മ വിരോധിക്കുക എന്ന് പറയുമ്പോൾ നേരത്തെ ഇവിടെ സൂചിപ്പിച്ചു, നന്മ എന്തെന്ന് വളരെ കൃത്യമായി പഠിപ്പിക്കുകയാണ് പടച്ചറബ്. അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയാകട്ടെ നന്മയുടെ നിറകുടമായി ലോകത്തിൻ്റെ മുന്നിങ്ങനെ ജ്വലിച്ച് തിളങ്ങി നിൽക്കുകയാണ്. ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന. വിശുദ്ധ ഖുർആനിൻ്റെ കൃത്യമായ പ്രായോഗിക ജീവിത മാതൃകയാണ് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് തന്നെ സകല നന്മകളുടെയും സംഗമ കേന്ദ്രമാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ പ്രവാചക ജീവിതത്തിലാകട്ടെ എല്ലാ നന്മകളെയും നമുക്ക് പഠിക്കാനും പകർത്താനും കഴിയും. എല്ലാ തലത്തിലുള്ള തിന്മകളിൽ നിന്ന് മാറി നിൽക്കുകയും ചെയ്തു മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് തന്നെ വിശുദ്ധ ഖുർആനും സുന്നത്തും അനുസരിച്ച് ലോകത്തിൻ്റെ മുന്നിൽ നന്മ കൽപ്പിക്കാനും തിന്മ വിരോധിക്കുവാനുമായി നമ്മൾ ഇറങ്ങിത്തിരിക്കുമ്പോൾ ആ വഴിയും മാർഗവും അത്ര കണ്ട് സുഗമമായി കൊള്ളണമെന്നില്ല. പ്രയാസങ്ങളും പ്രതിസന്ധി ഘട്ടങ്ങളും പ്രശ്നങ്ങളും പരീക്ഷണങ്ങളിലൂടെയും നമുക്ക് കടന്നു പോകേണ്ടി വരും. ഇന്നലകളിൽ നമ്മുടെ മുൻഗാമികളായ പ്രവാചകന്മാരാകട്ടെ, സലഫുകളാകട്ടെ, സഹാബിവര്യന്മാരാകട്ടെ, അവരെല്ലാം ഈ മഹത്തായ ദൗത്യ നിർവഹണവുമായി സമൂഹത്തിൽ ഇറങ്ങിത്തിരിച്ചപ്പോൾ സ്വാഭാവികമായ പ്രയാസങ്ങളിലൂടെയും പ്രതിസന്ധി ഘട്ടങ്ങളിലൂടെയും പരീക്ഷണങ്ങളിലൂടെയും അവർക്ക് കടന്നു പോകേണ്ടി വന്നിട്ടുണ്ട്.
പക്ഷേ അവരുടെ ഈമാനിൻ്റെ കനം കൊണ്ടും ഈമാനിൻ്റെ ഫലം കൊണ്ടും ഈമാനിൻ്റെ ഔന്നത്യം കൊണ്ടും പിടിച്ചു നിൽക്കാനും ജ്വലിച്ചു നിൽക്കാനും അവർക്ക് കഴിഞ്ഞു എന്ന് ചുരുക്കം. നമുക്കും അതിന് സാധ്യമാകണമെങ്കിൽ നമ്മുടെ ഈമാനിനെ നമ്മൾ ശക്തവും ഭദ്രവുമാക്കുകയും ചെയ്യേണ്ടതുണ്ട് എന്ന് ചുരുക്കം. ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് കയറി നിന്ന് സംസാരിക്കേണ്ടി വന്നത് നമ്രൂദിൻ്റെ രാജ സദസ്സിലാണ്. ആ നമ്രൂദാകട്ടെ സകല അർത്ഥത്തിലുള്ള തന്ത്രപ്രധാനമായ വാദങ്ങളും വർത്തമാനങ്ങളും മുന്നിൽ വെച്ചപ്പോൾ ആ തന്ത്രങ്ങളെയെല്ലാം അതിൻ്റെയെല്ലാം അടിവേരുകൾ പിഴുതെറിയും വിധം യുക്തിഭദ്രമായ വസ്തുനിഷ്ഠമായ ഉത്തരങ്ങളിലൂടെ വാദങ്ങളിലൂടെ തൻ്റെ തൗഹീദി വാദത്തെ സ്ഥാപിച്ചുകൊണ്ടുള്ള ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമയുടെ വാദങ്ങൾക്കും വർത്തമാനങ്ങൾക്കും മുന്നിൽ സത്യത്തിൻ്റെ പ്രകാശനത്തിൻ്റെ മുന്നിൽ ഫബുഹിതല്ലദീ കഫർ എന്നാണ് അള്ളാഹ് പറഞ്ഞത്. അയാൾ ചൂളിപ്പോയി എന്നാണ്, അയാൾ തരിച്ചുപോയി എന്നാണ്. ഉത്തരം പറയാനാവാതെ സത്യം ഇങ്ങനെ ജ്വലിച്ചു നിൽക്കുമ്പോൾ അതിൻ്റെ മുന്നിൽ തൻ്റെ കയ്യിലുള്ള കള്ളം കൊണ്ട് അസത്യം കൊണ്ട് മിഥ്യ കൊണ്ട് പിടിച്ചു നിൽക്കാനാവാതെ അയാൾ ചൂളിപ്പോയ വർത്തമാനം വിശുദ്ധ ഖുർആൻ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. ഫിർഔനിൻ്റെ മുന്നിൽ മൂസ അലൈഹിസ്സലാത്തു